ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഹിക്കപ്സ് അഥവാ ഇക്കിൾ എന്നതിനെ കുറിച്ചാണ്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. അതായത് നമുക്ക് ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയെയും ചെസ്റ്റ് ക്യാവിറ്റിയെയും വേർതിരിക്കുന്ന ഒരു മസിലുണ്ട്. ഈ മസിലിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് വേഗസ് നെർവും ഫ്രിനിക് നെർവുമാണ്. ഈ ഫ്രിനിക് നെർവിനും വേഗസ് നെർവിനും എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഈ ഡയഫ്രത്തിന് നല്ലതുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് അത് കൺട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എയർ പുറത്തുനിന്ന് ഭയങ്കര സ്പീഡിൽ അകത്തോട്ട് കയറുകയും നമ്മുടെ ഈ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നത് മുഖേന ഈ ലാരിങ്സും വോക്കൽ കോഡും അതായത് നമ്മുടെ വോയിസ് ബോക്സും പെട്ടെന്ന് അടയുകയും ചെയ്യുന്നു. അതാണ് ഹിക്കിൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഇവിടെ സൗണ്ട് ഉണ്ടാകുന്നതും ചിർപ്പിംഗ് സൗണ്ട് ഉണ്ടാകുന്നതും നമുക്ക് ഈ ഭയങ്കര സ്പീഡിൽ എയർ വന്ന് കയറുന്നതും കൊണ്ടാണ് ഒരു ശ്വാസം മുട്ട് ഗ്യാസ്പിംഗ് പോലെ നമുക്കൊരു ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നതും. ഈ വോയിസ് ബോക്സ് നമുക്ക് സൗണ്ട് തരാൻ പ്രവർത്തിക്കുന്ന വോയിസ് ബോക്സിൽ വന്ന് ക്ലോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചിർപ്പിംഗ് സൗണ്ട് ഉണ്ടാകുന്നതും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സെല്ലുകൾ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയണമെങ്കിൽ ഈ ഡയഫ്രം റിലാക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ശ്വാസകോശത്തിന് എക്സലേഷൻ നടത്താനൊക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടാനൊക്കത്തുള്ളൂ. കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ശ്വാസകോശത്തിന് പുറത്തുനിന്നുള്ള ഓക്സിജനേറ്റഡ് എയർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ കൺട്രാക്ട് ചെയ്യുന്നത് അൺകൺട്രോൾഡ് ആയിട്ട് ഈ നെർവുകൾക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ഡയഫ്രത്തെ അൺകൺട്രോൾഡ് ആയിട്ട് എന്ന് വെച്ചാൽ ഡയഫ്രത്തിന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കൺട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പുറത്തു നിന്ന് ഭയങ്കരമായ എയർ അകത്ത് കയറുകയും ഈ വോയിസ് ബോക്സും ലാരിങ്സും പെട്ടെന്ന് വന്ന് അടയുകയും ചെയ്യുന്നതാണ് ഇക്കിൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ആഹാരം അധികമായി കഴിക്കുമ്പോൾ വയറ് വീർക്കും. അല്ലെങ്കിൽ നമ്മുടെ ലിവറൊക്കെ ഫാറ്റി ലിവറോ സിറോസിസ് ലിവറോ ഒക്കെ ആകുന്ന സമയത്തും നമ്മുടെ ഡയഫ്രത്തെ ചെന്ന് ആമാശയവും അതുപോലെ തന്നെ കരളും ലിവറും വന്ന് പ്രസ് ചെയ്യുകയും ആ പ്രസ്സിങ് മുഖേന ഡയഫ്രം ശ്വാസകോശത്തെ ചെന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ വയറുള്ളപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കഴിച്ചാലുടൻ നമ്മൾ കട്ടിലേൽ വന്ന് കിടന്ന് മലന്ന് കിടക്കുകയാണെങ്കിൽ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്ന കാരണം ഈ ഡയഫ്രം എന്ന് പറയുന്ന മസിൽ ഇവിടെ ഉള്ളത് കൊണ്ടും ആ മസിലിനെ വന്ന് വയറ് വന്ന് പ്രസ് ചെയ്യുന്നത് കൊണ്ടും അത് ശ്വാസകോശത്തെ പ്രസ് ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നത്. ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അത് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ ആഹാരം കഴിക്കുകയാണെങ്കിലോ ഹോട്ട് ആൻഡ് സ്പൈസി ഫുഡുകൾ കഴിക്കുകയാണെങ്കിലോ ബീവറേജസും ആൽക്കഹോളും ഒക്കെ കൂടുതലായി എടുക്കുകയാണെങ്കിലോ അതിനോടൊപ്പം നമുക്ക് അസിഡിറ്റി കൂടുതലായിട്ട് ആസിഡ് റിഫ്ലക്സ് അതായത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ റിഫ്ലക്സ് അസിഡിറ്റി കൂടുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം അകത്തുനിന്ന് നേരെ പുറത്തോട്ട് തള്ളുന്ന ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആണ് ചെറുതായിട്ടുള്ള കാരണങ്ങളാണ് ഇതുണ്ടാകാൻ ഇക്കിൾ ഉണ്ടാകാനായിട്ട് ഉള്ള ചെറുതായിട്ടുള്ള കാരണങ്ങൾ. ഈ ചെറുതായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് പരിഹരിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ ഡയഫ്രത്തിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടാം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ നമുക്ക് പോയിസണസ് ആയിട്ടുള്ള വസ്തുവാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് കൂടുമ്പോൾ നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുകയും ബോഡിയെ മൊത്തം ബാധിക്കുകയും നമ്മുടെ എല്ലാ അവയവങ്ങളും നിശ്ചലമാവുകയും അതോടൊപ്പം ലങ്സ് കൊളാപ്സ് ആവുകയും മരണം വരെ സംഭവിക്കാം. ഹാർട്ടിനെയും ഓക്സിജനേറ്റഡ് നല്ല ബ്ലഡ് നമുക്ക് ഹാർട്ടിനൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊളാപ്സ് ആവുകയും അറ്റാക്ക് വരികയും എല്ലാം ചെയ്ത് നമ്മൾ മരണപ്പെടാം. അതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന നമുക്ക് നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണുക. ഇല്ലെങ്കിൽ ചെറിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ് ബ്രെത്ത് എടുത്തതിന് ശേഷം മൂക്കും വായും നല്ലതുപോലെ അടച്ചു പിടിച്ച് ശ്വാസം അകത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഈ ഡയഫ്രത്തിന് റിലാക്സേഷൻ സംഭവിക്കുകയും അത് ഈ ലാരിങ്സിനെയും അതിനോടൊപ്പം ഈ വോക്കൽ കോഡിനെയും തുറക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുകയും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സാധാരണഗതിയിലാവുകയും ചെയ്യും. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്നത്, ഇതുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ചെയ്യാവുന്നത് ഒരു പ്ലാസ്റ്റിക് കൂട് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വായും മൂക്കും കൂടെ അതിനോട്ടാക്കി
ശക്തമായി അതിലേക്ക് ഊതുക. ഈ പ്ലാസ്റ്റിക് കൂടുതലായിട്ട് ബലൂൺ ഊതി ഉറപ്പിക്കുന്നതാണെങ്കിൽ ശക്തമായിട്ട് ഊതുമ്പോൾ നമുക്ക് ഈ റിലാക്സേഷൻ സംഭവിക്കുകയും അതുപോലെ നമുക്ക് രക്ഷ നേടുകയും ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്ന ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചതിന് ശേഷം അത് കടിച്ചു തിന്നുക. അല്ലെങ്കിൽ നമ്മൾ ഒരു നാരങ്ങ ഞെക്കിയതിന് ശേഷം അതിനെ സ്ക്വീസ് ചെയ്ത് സിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പഴം എടുത്ത് വിഴുങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് ചൂടുവെള്ളം ഗാർഗിൾ ചെയ്യാം. അതിനൊപ്പം ഐസ് കട്ട പൊടിച്ചതിന് ശേഷം അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് ഹണി കുടിക്കാം. ഇതൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇതിനെ മാറ്റാൻ ശ്രമിക്കുക. അത് റിലാക്സേഷൻ, ഡയഫ്രത്തിന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം സോൾവ് ആകുമ്പോൾ ഡയഫ്രത്തിന്റെ ഇത് മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അസിഡിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് അന്റാസിഡ്, അനസ്തെറ്റിക് എഫക്റ്റ് ഉള്ള അന്റാസിഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അതെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ഇത് ഒരു പരിധി വരെ പ്രോബ്ലം സോൾവ് ആകും. ഇത് ഒന്നുമല്ല കാരണം. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഇത് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായ പ്രശ്നം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് മാറാത്തത്. അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ എൻസെഫലൈറ്റിസ് എന്ന് പറയും. അതുണ്ടെങ്കിലോ തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും മുഴയോ സിസ്റ്റോ ട്യൂമറോ ഉണ്ടെങ്കിലോ ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമറോ സിസ്റ്റോ ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെനിഞ്ചൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡിന്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ബ്രെയിനും സ്പൈനൽ കോഡിന്റെ കവറിങ്ങിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഇത് വരാൻ സാധ്യത, മെനിഞ്ചൈറ്റിസ് എന്ന് പറയും, ഇത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെറ്റാബോളിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഡയബറ്റീസ്, കിഡ്നി പ്രോബ്ലംസ്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നിവ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഹാർഡനിങ് ഓഫ് ദ ബ്രെയിന്റെ സ്പൈനൽ കോഡിന്റെയും ടിഷ്യൂസിന് ഹാർഡനിങ് ഉണ്ടെങ്കിലോ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അതുപോലെ തന്നെ ഫ്ലൂവോ അലർജി ഇൻഫെക്ഷൻസ് ആയ ഫ്ലൂവോ ഷിംഗിൾസ് ഹെർപെക്സ് ഇങ്ങനെ എന്തെങ്കിലുമുള്ള കൂടിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇത് അൺകൺട്രോൾഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, ഈ ഹിക്കപ്സ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് 1-2 ദിവസങ്ങളായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വരികയാണെങ്കിൽ, അത് തന്നെയല്ല ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ട് ഇത് നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അത് സ്പെഷ്യലൈസ് ആയ ഡോക്ടറിനെ കണ്ട് ഇതിന് പരിഹാരം തേടുക. കാരണം ഇത് ചെറുതല്ലാത്തതും വലിയ പ്രശ്നങ്ങളുടെയും ലക്ഷണമാകാം. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇത് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് വെച്ചോണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുക, കാരണങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഡയഫ്രം മസിൽ റിലാക്സ് ചെയ്യാനുള്ള മെഡിസിൻ ബെക്ലോഫൻ, ലിയോഫൻ എന്ന് പറയുന്നൊക്കെ മെഡിസിൻസ് തരും. അതും ഡോക്ടറിന്റെ അണ്ടർ കൺട്രോളിൽ മാത്രം നമ്മൾ കഴിക്കുക. കാരണങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം കഴിക്കുക. നമുക്ക് രക്ഷ നേടാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.